75-ാം ദിവസം അർജുൻ ജനിച്ച് കളിച്ചു വളർന്ന നാട്ടിലേക്ക് അർജുൻ്റെ മൃതദേഹം എത്തിയിരിക്കുകയാണ്. കണ്ണാടിക്കൽ ബസാറും പിന്നിട്ടു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. തടിച്ചുകൂടിയ 1000-ഓളം ആളുകൾ കണ്ണാടിക്കൽ ബസാറിലുണ്ടായി. ചിലർ അതായത് അർജുനെ DYFI CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഇങ്ങോട്ടേക്ക് ആനയിച്ചത്. അതിനുശേഷം ബാക്കിയുള്ള ആളുകൾ അർജുനെ ഇവിടെ വെച്ച് തന്നെ കണ്ടു. ആംബുലൻസ് ഇപ്പോൾ കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ്. ഇനി അങ്ങോട്ടേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബസാറിൽ നിന്ന് വീട്ടിലേക്ക് വളരെ ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ആംബുലൻസ് അനുഗമിച്ച് വന്ന മന്ത്രി, ജില്ലാ കളക്ടർ, കർണാടകയിൽ നിന്ന് വന്ന MLA, പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ മാത്രമാണ് കടത്തിവിടുന്നത്. ബാക്കി വിലാപയാത്രയായ ആളുകൾ അർജുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് എല്ലാവരും കാത്തിരുന്ന ആ ഒരു മിഷൻ അർജുൻ അവസാനഘട്ടം എന്നതിലേക്ക് കൂടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തിനകം, നിമിഷങ്ങൾക്കകം അർജുൻ്റെ മൃതദേഹം സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് ആളുകൾ ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്രയായി വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത്യന്തം ദുഃഖകരമായ നിമിഷമാണ്. ആരും തന്നെ ആഗ്രഹിച്ച നിമിഷങ്ങളിലൂടെയല്ല നാട് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് എന്നതാണ്. തടിച്ചുകൂടിയവരിൽ ഒരുപാട് പേർ കണ്ണീർ പൊഴിക്കുന്നു. ബാക്കിയുള്ളവർ അതിവൈകാരികമായി ആ മൃതദേഹം ഒരു നോക്കു കാണുന്നതിന് വേണ്ടി ആംബുലൻസിനടുത്തേക്ക് ഓടിയെത്തുന്നു. ബാക്കി ഞാൻ പറഞ്ഞതുപോലെ CPM DYFI പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഒപ്പം നിൽക്കുന്നു. പ്രായമായ ആളുകൾ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും ചേർന്ന് അർജുനെ കണ്ണാടിക്കൽ നാട് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ബസാറും പിന്നിട്ട് മൃതദേഹം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയാൽ ആദ്യം വീട്ടുകാർക്ക് കാണുന്നതിന് വേണ്ടി ഉള്ള സമയമാണ്. കാരണം ആ ഒരു സമയം വീട്ടിലെങ്ങനെയാണ് ആ ഒരു പ്രതികരണം ഉണ്ടാവുക എന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല. എന്തായാലും ഇനി അങ്ങനെയാണ്. വീട്ടിലേക്ക് പോകുന്നു. നേരെ ബന്ധുക്കൾക്ക്, അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരിക്കും 3 വയസ്സുകാരൻ മകനും വേണ്ടി കാണുന്നതിന് വേണ്ടിയുള്ള സമയം. അതിനുശേഷം പൊതുദർശനമാണ് വീട്ടിൽ.